ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേണിംഗ് പാത്വേ ഓഫ് കോമേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളതും അതിന്റെ റിലവന്റ് ആസ്പെക്ട്സ് എന്താണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിലവന്റ് ആസ്പെക്ട്സിൽ ഫസ്റ്റ് ആസ്പെക്ട് ആയിട്ടുള്ള ഈവൻറ്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ബാക്കിയുള്ള ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഐഡന്റിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്? നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു റെക്കോർഡ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടു ഐഡന്റിഫൈ മീൻസ്, അതായത് ടു ഐഡന്റിഫൈ ഈവൻറ്റ്സ് വിച്ച് ആർ ടു ബി റെക്കോർഡഡ്, ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. It involves observing activities and selecting those events that are of considered financial character and relate to the organization. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ഈസ് അത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതാണോ, മോണിറ്ററി ടേമിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണോ എന്നുള്ളതും, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻ, നമ്മളുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then the next one is measurement. മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ്സ്. അതായത് റുപ്പീസ്, പൈസ എന്നൊക്കെ നമ്മൾ പറയുന്ന മെഷറിംഗ് യൂണിറ്റ്സ് ഉണ്ടല്ലോ. നമ്മൾ ക്യാഷ് ഒക്കെ എങ്ങനെയാ പറയുന്നത്? റുപ്പീസ്, 10 rupees, 10 പൈസ എന്നൊക്കെ പറയുന്നത് പോലെ ആ ലെവലിലേക്ക്, ആ ഒരു മോണിറ്ററി യൂണിറ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻസിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിൽ പറയുന്നത്. ഇഫ് ആൻ ഇവന്റ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ് ഇൻ മോണിറ്ററി ടേംസ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ റെക്കോർഡിംഗ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. നമ്മൾ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു മോണിറ്ററി ടേംസിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്? റുപ്പീസിലാണോ, പൈസയിലാണോ, ഏത് മെഷർമെന്റ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മോണിറ്ററി ടേംസിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അങ്ങനെ ഫിനാൻഷ്യൽ നേച്ചറിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് വൈസ് മാനറിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. വൺസ് ദ ഇക്കണോമിക് ഈവന്റ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്, ദീസ് ആർ റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒക്കർ ചെയ്ത ഡേറ്റ് ബേസിസിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഡേറ്റ് വൈസ് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടു ദ റിലേറ്റഡ് പീപ്പിൾസ്. ആരൊക്കെയാണോ റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ്, ഇതുകൊണ്ട് ആർക്കൊക്കെ ഉപയോഗം ഉണ്ടാകുന്ന അവര് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഈ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഈവന്റ്സ് ആർ ഐഡന്റിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ഓർഡർ ദാറ്റ് ദ pertinent information is generated and communicated in a certain form to management and other financial internal and external users. ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ, നമ്മുടെ ഈ ഓർഗനൈസേഷനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെയൊക്കെ എന്ത് ചെയ്യാം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോടൊക്കെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദ ഇൻഫർമേഷൻ ഈസ് റെഗുലർലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്. എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ്, നമ്മൾ ഈ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു വന്ന ഇൻഫർമേഷൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിപ്പോർട്ട്സിലൂടെയാണ് നമ്മൾ അത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആ ഒരു വേ ഓഫ് സ്റ്റൈലിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഫർമേഷൻ ഡിലേഡ് ഈസ് ഇൻഫർമേഷൻ ഡിനൈഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു പാർട്ടിൽ വരുന്നതാണ്. ബിക്കോസ് ഇൻഫർമേഷൻ ഡിലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഇൻഫർമേഷൻ ഡിനൈഡ് ഈസ് ഇൻഫർമേഷൻ ഡിലൈഡ്. Next is organization ആണ്. Organization refers to a business enterprise whether for profit or non for profit motive. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഓർഗനൈസേഷൻ എന്ന് പറയാം. അത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലാതെ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാവാം. അപ്പൊ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെയും നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. Depending upon the size of the activities and the level of business operations, it can be a sole proprietary concern, partnership firm, cooperative society, company, local authority, municipal corporation or any other association of persons. ഇനി എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ് എന്റർപ്രൈസസിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ സൈസസിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസിന്റെ ലെവൽസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഇതിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ ഈ ഓർഗനൈസേഷൻസിനെ നമ്മൾ ഒരുപാട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ. ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ആൾ നടത്തിക്കൊണ്ടു പോകുന്നതിനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. മിനിമം 2 പേഴ്സൺസിലേക്ക് മാറുമ്പം അതെന്തായി മാറും, പാർട്ട്ണർഷിപ്പ് ആവും. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കമ്പനി ഉണ്ട്, ലോക്കൽ അതോറിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഇനി അങ്ങോട്ടേക്ക് പഠിക്കും. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള ഏതൊരു ബിസിനസ് എന്റർപ്രൈസസിനെയും നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. ദെൻ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷന്റെ പോർഷനിലൊക്കെ പറഞ്ഞു, നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിലൂടെയാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. സോ ആ ഇൻഫർമേഷൻസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Accounting is a means by which necessary financial information about business enterprise is communicated and is also called the language of business. Accounting എന്ന് പറയുന്നതിലൂടെയാണ് എന്നതിലൂടെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ബിസിനസ് എന്റർപ്രൈസസിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ഈസ് അക്കൗണ്ടിങ്. ദെൻ മെനി യൂസേഴ്സ് നീഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു മേക്ക് ഇമ്പോർട്ടന്റ് ഡിസിഷൻസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഈ സർട്ടൻ ഇൻഫർമേഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റൈറ്റ് ടൈമിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. So the users can be divided into 2 broad categories: internal users and external users. അപ്പൊ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, നമ്മുടെ ബിസിനസ്സിനകത്തുള്ള യൂസേഴ്സ്, മാനേജേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, അങ്ങനെ സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, നമ്മുടെ ബിസിനസ്സിനകത്തുള്ള ആൾക്കാര്, അവർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. അവരാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസിന് പുറത്തുള്ള ആളുകൾക്കും ഇതിന്റെ ആവശ്യമുണ്ട്, നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം അവരായിരിക്കാം നമ്മുടെ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം, നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കാം. സോ അവർക്കൊക്കെ നമ്മുടെ കമ്പനി എങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കാം. സോ നമ്മൾക്ക് അവരോടൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ വി നീഡ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദം. സോ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കും വരുന്നത്, പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ഉള്ളതും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ക്രെഡിറ്റേഴ്സ്, നമുക്ക് കടം തന്നിട്ടുള്ള വ്യക്തികൾ, അത് ബാങ്ക്സ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഇനി അതർ പേഴ്സൺസ് ആവാം. ദെൻ ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ വേറെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ലെൻഡേഴ്സ് ആവാം. അവരൊക്കെയാണ്
എന്തെന്ന് പറയുന്നത് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ടാക്സ് അതോറിറ്റീസ്, റെഗുലേറ്ററി ഏജൻസീസ്, പിന്നെന്താ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പുറത്തുള്ള ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ്, ഇവർക്കൊക്കെ നമ്മളുടെ ഇൻഫർമേഷൻസ് അറിയണം. കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ പേയ്മെന്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ആർക്കും അവകാശമുണ്ട്. ഈ യൂസേഴ്സിന് അവകാശമുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അവരെയാണ് നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഇൻ ദ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. And we have an Instagram account, so follow and comment there too. Bye.